നമസ്കാരം. ഇലക്ഷൻ കഴിഞ്ഞ ദിവസം റിസൾട്ട് വന്നതോടുകൂടി കേരളത്തിലെ ഒരു പാർട്ടി തകർന്ന് നാമാവശേഷമായി പോവുകയുണ്ടായി. അത് മറ്റൊന്നുമല്ല, കേരള കോൺഗ്രസ് മാണി വിഭാഗം, കേരള കോൺഗ്രസ് എം ഗ്രൂപ്പാണ്. 12 സീറ്റിൽ മത്സരിച്ചു, 12 സീറ്റിലും ദയനീയമായി പരാജയപ്പെടുകയും ചെയ്തു. എന്തിന് പാർട്ടി ചെയർമാൻ പോലും 3-ാം വട്ടവും പരാജയപ്പെടുന്ന അവസ്ഥയിലേക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് മാറി എന്ന് പറയുമ്പോൾ കേരള കോൺഗ്രസ് എമ്മിൻ്റെ അസ്തിത്വത്തെ വരെ ചോദ്യം ചെയ്യുന്ന രീതിയിലേക്ക് മാറി എന്ന് വേണം പറയാൻ. അത്തരത്തിൽ പാർട്ടിക്ക് ഇനി കേരളത്തിൽ എങ്ങനെയാണ് നിലനിൽപ്പ് ഉണ്ടാവുക എന്ന ചോദ്യമാണ് ഇപ്പോൾ ഭൂരിഭാഗം പ്രവർത്തകരിൽ നിന്ന് പോലും ഉയരുന്നത്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വന്ന നിമിഷം തന്നെ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമായ ജോണി ഏറത്ത് രാജിവെച്ചുകൊണ്ട് തൻ്റെ പ്രതിഷേധം രേഖപ്പെടുത്തി. പല ആളുകളും, പല നേതാക്കളും ഇപ്പോൾ രാജ്യസന്നദ്ധത അറിയിക്കുന്നുണ്ട് എന്നും, ചിലർ കോൺഗ്രസിലേക്ക് മടങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് എന്നും, ചിലർ ജോസഫ് ഗ്രൂപ്പിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പാണ് എന്നുമൊക്കെയുള്ള സംസാരങ്ങളാണ് ഇപ്പോൾ അണിയറയിൽ ശക്തമായി നടക്കുന്നത്. എന്തുകൊണ്ടാണ് പാർട്ടിക്ക് ഇത്രമേൽ കനത്ത ഒരു പരാജയം നേരിടേണ്ടി വന്നത് എന്ന് ചോദിച്ചാൽ, കേരള കോൺഗ്രസ് എം എന്ന് പറയുമ്പോൾ അതിൻ്റെ നിലനിൽപ്പ് എപ്പോഴും കോൺഗ്രസുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. അത് പണ്ട് കാലം മുതൽ തന്നെ എപ്പോഴൊക്കെ ഇടതുപക്ഷത്തേക്ക് കേരള കോൺഗ്രസ് എം നീങ്ങിയിട്ടുണ്ടോ വളരെ വൈകാതെ തന്നെ തിരിച്ച് കോൺഗ്രസിലേക്ക് വരികയും UDF-ലേക്ക് വരികയും അങ്ങനെ അവരുടെ ശക്തി ആയി മാറുകയും കേരളത്തിൽ അവരുടെ ശക്തി ബലപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് എന്ന് പറയേണ്ടി വരും. എന്നാൽ വളരെ അപ്രതീക്ഷിതമായി KM മാണിയുടെ മരണത്തിന് തൊട്ടു പിന്നാലെയാണ് കോൺഗ്രസുമായി ശണ്ട കൂടിക്കൊണ്ട്, അല്ലെങ്കിൽ കോൺഗ്രസുമായി വിഘടിച്ചുകൊണ്ട് ഇടതുപക്ഷത്തേക്ക് ഒരു നീക്കം ജോസ് കെ മാണിയുടെ നേതൃത്വത്തിൽ ഉണ്ടായത്. ആ സമയത്ത് തന്നെ കേരള കോൺഗ്രസിലെ പല വിഭാഗത്തിലുള്ള ആളുകളും, പല സീനിയർ നേതാക്കളും പറഞ്ഞത് തങ്ങൾക്കിത് ഭൂഷണമല്ല, തങ്ങൾക്ക് LDF-ലേക്ക് പോയാൽ അവിടെ നിലനിൽപ്പുണ്ടാവില്ല. കാരണം കേരള കോൺഗ്രസിലുള്ള ആളുകളെല്ലാവരും തന്നെ ക്രൈസ്തവ മേഖലയുമായി അല്ലെങ്കിൽ ക്രൈസ്തവ വിശ്വാസികളുമായി ബന്ധപ്പെട്ടവരാണ്, കോൺഗ്രസുമായി അഭേദ്യമായ ബന്ധമുള്ളവരാണ്, എപ്പോഴും കോൺഗ്രസിൻ്റെ കൂടെ ഉണ്ടാകണമെന്ന് ചിന്തയുള്ളവരാണ്. അവർക്ക് ഒരു കമ്മ്യൂണിസ്റ്റ് രീതിയുമായി പൊരുത്തപ്പെടാൻ വളരെ പെട്ടെന്ന് കഴിഞ്ഞു എന്ന് വരില്ല. എന്നാൽ തങ്ങൾക്ക് കോൺഗ്രസിൽ നിന്നും ചവിട്ടും തുപ്പുമൊക്കെയാണ് കിട്ടുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ്, അല്ലെങ്കിൽ കോൺഗ്രസിൽ കൃത്യമായ പരിഗണന ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ജോസ് കെ മാണിയുടെ നേതൃത്വത്തിൽ ജോസ് കെ മാണി ചെയർമാനായി കഴിഞ്ഞ ശേഷം പാർട്ടി LDF-ലേക്ക് പോകുന്നത്. ആദ്യം ചെന്ന സമയത്ത് വലിയ സ്വീകരണമായിരുന്നുവെങ്കിലും പിന്നീട് അവർക്ക് കാര്യമായ ഒരു സ്വീകരണം കിട്ടിയോ അല്ലെങ്കിൽ അവരെ അംഗീകരിച്ചോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. അതിനുശേഷവും ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്, അതായത് 2026 തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പായിട്ട് ജോസ് കെ മാണിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസിലേക്ക് മാറാനുള്ള ചില ചരടുവലികൾ നടത്തിയിരുന്നു എന്നത് വ്യക്തമാണ്. അപ്പോഴാണ് റോഷി അഗസ്റ്റിനെ പോലെയുള്ള ചില നേതാക്കൾ ഇതിൽ നിന്നും ജോസ് കെ മാണിയെ വിലക്കിയത്. അപ്പോൾ തന്നെ റോഷിക്കെതിരെയുള്ള ചീട്ട് ഇടുക്കിയിൽ കീറി എന്ന് തന്നെ പറയാം. കാരണം ഇടുക്കിയെ സംബന്ധിച്ചിടത്തോളം അത് കോൺഗ്രസിൽ വിശ്വസിക്കുന്ന ആളുകളാണ്. കേരള കോൺഗ്രസിലെ 90% ആളുകളും അവരാണ് ഏറ്റവും കൂടുതൽ കോൺഗ്രസിലേക്ക് മാറണമെന്നും, കേരള കോൺഗ്രസിലേക്ക് മാറണമെന്നും UDF-ന്റെ ഭാഗമായി നിൽക്കണമെന്നും ആഗ്രഹിച്ചത്. റോഷി അവിടെ അത് തടയിടാൻ ശ്രമിച്ചതോടുകൂടി റോഷിക്കെതിരെയുള്ള ചീട്ട് കീറി. പിന്നീട് മറ്റൊന്ന് പ്രമോദ് നാരായണനായിരുന്നു, അദ്ദേഹത്തിൻ്റെ ഈ ചീട്ട് അപ്പോൾ തന്നെ കീറിയതാണ്. പക്ഷേ ജോസ് കെ മാണിയും N ജയരാജും ജയിച്ചു വരുമെന്ന പ്രതീക്ഷ തന്നെയായിരുന്നു കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിലെ പല നേതാക്കൾക്കും. പക്ഷേ അവിടെ പോലും അടിപതറിയെങ്കിൽ ഇത് കേരള കോൺഗ്രസിലെ അംഗങ്ങൾ വലിയ രീതിയിൽ ഇവരുടെ തീരുമാനത്തോട് വിയോജിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും. അതുകൊണ്ടാണ് 12 സീറ്റിലും പരാജയം നുണയേണ്ടി വന്നത്. അതുകൊണ്ട് തന്നെ ഇനി കേരള കോൺഗ്രസിൻ്റെ ഭാവി വലിയ രീതിയിൽ അനിശ്ചിതത്വത്തിലാണ്. ഇനിയും ഇടതുപക്ഷത്ത് നിന്നാൽ തങ്ങൾ 0-യിലേക്ക് പോകും എന്ന ഒരു തിരിച്ചറിവ് ഇപ്പോൾ തന്നെ കേരള കോൺഗ്രസിൻ്റെ പല നേതാക്കൾക്കും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. അതിനാൽ അധികം വൈകാതെ തന്നെ കേരള കോൺഗ്രസ് ഉചിതമായ ഒരു തീരുമാനമെടുത്ത് UDF-ലേക്ക് വരും എന്നുള്ള പ്രതീക്ഷയിലാണ് പല നേതാക്കളും മുന്നോട്ട് പോകുന്നത്. ഇപ്പോഴുള്ള ആ ഒരു തകർച്ച അത് അതിജീവിച്ച് കുറച്ച് നാളുകൾക്ക് ശേഷം UDF-ലേക്ക് വരാനുള്ള ചില ദ്രുതഗതിയിലുള്ള നീക്കങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. മറ്റൊന്ന്, റോഷി അഗസ്റ്റിൻ ഉൾപ്പെടെയുള്ളവർക്കുണ്ടായ ഒരു അമിതമായ ആത്മവിശ്വാസം
അമിതമായ അഹങ്കാരമൊക്കെയാണ് കേരള കോൺഗ്രസിനെ ഇത്രമാത്രം പടുകുഴിയിലേക്ക് എത്തിച്ചത് എന്ന് പറയേണ്ടി വരും. ഒരു പാർട്ടി ചെയർമാൻ ഇരിക്കുമ്പോൾ പാർട്ടി ചെയർമാൻ്റെ കയ്യിൽ നിന്നും മൈക്ക് തട്ടിപ്പറിക്കുകയും തൻ്റെ അഭിപ്രായം അവിടെ പറയുകയും, അതായത് ഒരു മന്ത്രി എന്ന നിലയിൽ താൻ ആണ് ഇതിൻ്റെ എല്ലാത്തിനും മുതിർന്ന ആൾ എന്നും താനാണ്, തൻ്റെ കീഴിലാണ് ബാക്കി എല്ലാവരും എന്ന ചിന്ത റോഷിക്ക് ഉണ്ടായ കാലം മുതൽ തന്നെ റോഷിയുടെ നാശം ആരംഭിച്ചു, അല്ലെങ്കിൽ കേരള കോൺഗ്രസ് എമ്മിൻ്റെ നാശം ആരംഭിച്ചു എന്ന് പറയാം. റോഷി അഗസ്റ്റ് വന്ന് ചെയ്തത് വലിയ രീതിയിൽ വലിയ പ്രവർത്തകർക്കിടയിൽ വലിയ മനോക്ഷോഭം ഉണ്ടാക്കിയെന്നതിൽ യാതൊരു സംശയവുമില്ല. കാരണം ഒരു വാർത്താ സമ്മേളനം നടക്കുന്നതിനിടയിൽ ഒരു മാധ്യമപ്രവർത്തകൻ ചോദിച്ചത് പാലായിൽ തന്നെയാണോ ജോസ് കെ മാണി ഇത്തവണ നിൽക്കുന്നത് എന്നാണ്. അപ്പോൾ ജോസ് കെ മാണി അതിന് മറുപടി പറഞ്ഞില്ല. കാരണം ഒന്ന് ആലോചിക്കുന്ന സമയത്ത് തന്നെ റോഷി മൈക്ക് തട്ടിപ്പറിക്കുകയും ഞങ്ങളുടെ ചെയർമാൻ്റെ കാര്യം ഞങ്ങൾ തീരുമാനിക്കും, പാലായിൽ തന്നെ അദ്ദേഹം മത്സരിക്കുമെന്ന് പറയുകയും ചെയ്തതോടുകൂടി അല്പം ഒരു ജാള്യതയോടുകൂടിയാണ് ജോസ് കെ മാണി അവിടെ ഇരുന്നത്. പ്രവർത്തകർക്കിടയിലും നേതാക്കൾക്കിടയിലും വലിയ അസ്വസ്ഥത പടർത്തിയിരുന്നു എന്നത് എടുത്തു പറയേണ്ട കാര്യമാണ്. ഇങ്ങനെ പല ഘടകങ്ങൾ, കാരണം അണികളിൽ താഴെത്തട്ടിലുള്ള പ്രവർത്തനങ്ങളിലൊക്കെ ഈ താഴെത്തട്ടിലുള്ള പ്രവർത്തകർക്കിടയിലൊക്കെ ഒരു UDF വികാരം, അതായത് UDFിലേക്ക് പോകുമെന്ന വികാരം ഉണ്ടായ സമയത്താണ് ഇത്തരത്തിലുള്ള ചില തിരിച്ചടികൾ ഉണ്ടായത്. അതിനൊപ്പം തന്നെ ഇടതുമുന്നണിയുടെ അല്ലെങ്കിൽ ഭരണവിരുദ്ധ വികാരം, പിണറായി വിജയനോടുള്ള കൃത്യമായ എതിരെയുള്ള വികാരവും ഭരണവിരുദ്ധ വികാരവും ഒക്കെ ഒരു സുനാമി പോലെ UDFിലേക്ക് കടന്നു വന്നപ്പോൾ, UDF തരംഗം ആഞ്ഞടിച്ചപ്പോൾ അതിൽ ഏറ്റവും പെട്ട് ഉലഞ്ഞു പോയത് കേരള കോൺഗ്രസ് ആണ്. അതിന് ഇടതുപക്ഷത്തിൻ്റെ മാത്രമല്ല കേരള കോൺഗ്രസിന് സ്വന്തമായ ചില നിലപാടില്ലായ്മ കൂടി വന്നിട്ടുണ്ട് എന്നത് വ്യക്തമാണ്. തീർച്ചയായും ഇനിയെങ്കിലും അതിലെ തെറ്റുകൾ തിരുത്തി മുന്നോട്ട് പോയില്ല എങ്കിൽ കേരള കോൺഗ്രസ് വലിയ പതനത്തിലേക്ക് പോകും, പാർട്ടി തന്നെ ഇല്ലാതാകും എന്ന തോന്നൽ പല സീനിയർ നേതാക്കൾക്കുമുണ്ട്. വരും ദിവസങ്ങളിൽ അവരുടെ സ്റ്റിയറിംഗ് കമ്മിറ്റി കൂടുമ്പോൾ ഇക്കാര്യം ഈ ജോസ് കെ മാണിയെയും മറ്റു നേതാക്കളെയും അറിയിക്കും എന്നുള്ളതാണ് അറിയുന്നത്. പല ആളുകളും തന്നെ ഇപ്പോഴും വിട്ടുപോകാനുള്ള സന്നദ്ധത തന്നെ അറിയിച്ചിട്ടുണ്ട്. എന്നാൽ സ്റ്റിയറിംഗ് കമ്മിറ്റി കൂടിക്കഴിഞ്ഞ് ഒരു പുനരാലോചനയ്ക്ക് ശേഷമേ ഇത്തരത്തിലുള്ള തീരുമാനം എടുക്കാവൂ എന്നാണ് പാർട്ടി ചെയർമാൻ അവരെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിരിക്കുന്നത്. എന്തായാലും അധികം വൈകാതെ ഈ ആഴ്ചയോ അടുത്ത ആഴ്ചയോ സ്റ്റിയറിംഗ് കമ്മിറ്റി കൂടും. അവിടെ ഒരു പൊട്ടിത്തെറി ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.